ഈ വരുന്ന 23-ാം തീയതി നമ്മൾ സൂം മീറ്റ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ സൂം മീറ്റിങ്ങിൻ്റെ ലിങ്ക് ഓൾറെഡി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പല ആൾക്കാരും എനിക്ക് ഡയറക്റ്റ് മെയിൽ വന്നിട്ടുണ്ട്, ലിങ്ക് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ശരിക്കും നിങ്ങളത് മനസ്സിലാക്കുക, നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ലിങ്ക് കിട്ടത്തുള്ളൂ. ഒരു സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സ്, ആ സ്റ്റോക്കിൻ്റെ പെർഫോമൻസിനെ എന്തുമാത്രം നിർണ്ണയിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണിത്. കഴിഞ്ഞ ഏതാനും ക്വാർട്ടറായിട്ട് പെർഫോമൻസ് വളരെ മോശമായിട്ടുള്ള ഫാൻസി സ്റ്റോക്സ്, ഫാൻസി പ്രൈസിൽ നിന്നും എന്തുമാത്രം കറക്റ്റഡ് ആയെന്നുള്ളതിൻ്റെ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷനാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഫണ്ട സ്ട്രോങ് പാരാമീറ്റേഴ്സ് പ്ലസ് വാല്യൂ പ്ലസ് ഏണിങ്സ് വിസിബിലിറ്റിയാണ് സ്റ്റോക്കിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനെ തീർച്ചയായും ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടർ. ശരിക്കും ഈ ഫാക്ടർ നിങ്ങൾ ഇഗ്നോർ ചെയ്താൽ, നിങ്ങൾ വേണ്ട രീതിയിൽ കൺസിഡർ ചെയ്യാതിരുന്നാൽ മാർക്കറ്റിൽ നിൽക്കുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് ഫണ്ട് അനാലിസിസ് ക്ലിയറായിട്ട് പഠിക്കണം. ഫണ്ട് അനാലിസിസ് സാധാരണ പഠിച്ചാൽ പോരാ, ബ്ലോക്ക് ബെസ്റ്റായിട്ടുള്ള ഫണ്ട് അനാലിസിസ് പഠിക്കണം. സ്റ്റോക്ക് വാല്യൂ ആണോ ഗ്രോത്ത് ആണെന്ന് പഠിക്കണം. ആ സ്റ്റോക്ക് കറണ്ട് മാർക്കറ്റുമായിട്ട് എങ്ങനെ അത് സ്റ്റോക്ക് മാച്ച് ചെയ്ത് പോകുന്നു എന്നുള്ള കാര്യം നമ്മൾ പഠിക്കണം. അതിനോടൊപ്പം തന്നെ ഓരോ ക്വാർട്ടേഴ്സിൽ വരുമ്പോഴും ഈ അനാലിസിസ് കറക്റ്റായിട്ട് നമ്മൾ അനലൈസ് ചെയ്യണം. ഈ അനാലിസിസ് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കണം, അനലൈസ് ചെയ്യണം. അതുപോലെ തന്നെ ഏണിങ്സ് വിസിബിലിറ്റിയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കേണ്ട ക്രിട്ടിക്കലായിട്ടുള്ള വേറൊരു കാര്യം. ശരിക്കും ക്യാഷ് ഫ്ലോ ഉണ്ട്, ചില ക്രിട്ടിക്കൽ കുറേ കമ്പോണൻസ് ഉണ്ട്. ഞാൻ നിങ്ങളെ കാണിക്കാൻ വന്ന കുറച്ച് ചാർട്ട്സ് ഫാൻസി സ്റ്റോക്സ് ആണ്. ഫാൻസി പ്രൈസിൽ ആൾക്കാർ ധാരാളം മേടിച്ച് പെട്ടുപോയ സ്റ്റോക്കുകളാണ്. ഞാൻ ഈ സ്റ്റോക്കുകളുടെയൊക്കെ ലാസ്റ്റ് ഇയർ Q2 ആൻഡ് Q3 റിസൾട്ട് വേഴ്സസ് ദിസ് ഇയർ Q2 ആൻഡ് Q3 റിസൾട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. പ്ലസ് OPM മാർജിൻ എക്സ്പാൻഷനാണോ കോൺട്രാക്ഷനാണോ കൂടെ നിങ്ങളെ കാണിക്കുന്നുണ്ട്. 2 ക്വാർട്ടേഴ്സിൽ മാത്രമേ കമ്പയർ ചെയ്തിട്ടുള്ളൂ. മിക്ക സ്റ്റോക്കുകളും 2 ക്വാർട്ടറല്ല, ഒരു 4-5 ക്വാർട്ടറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് താഴെ പോകുന്ന സ്റ്റോക്കുകളായിട്ട് ആ ചാർട്ട് കാണാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൂടുതലായിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യുക, കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് ചാർട്ടിലേക്ക് കിടക്കാം. നമ്മുടെ മുമ്പിൽ ഡിവിസ് ലാബിന്റെ ചാർട്ടാണുള്ളത്. ഏറ്റവും ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ ഒന്നായിരുന്നു ഡിവിസ് ലാബ് അല്ലേ. ഡിവിസ് ലാബിന്റെ ചാർട്ട് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡിവിസ് ലാബ് കുറെ നാളുകളായിട്ട് സംതിങ് അറൗണ്ട് എന്താ പറയണ്ട ഒരു ക്ലോസ് ടു 2 years ആയിട്ട് ഡിവിസ് ലാബ് താഴത്തേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. 5425 സ്റ്റോക്ക് കറക്റ്റ് ചെയ്ത് വന്ന് സ്റ്റോക്ക് ലോവസ്റ്റ് ബോട്ടം ഹീറ്റ് ചെയ്ത് എത്ര ഹീറ്റ് ചെയ്തത് 2740 ഹീറ്റ് ചെയ്തത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഞാനിപ്പോ 2 ക്വാർട്ടർ റിസൾട്ട് മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. നിങ്ങൾ 2 ക്വാർട്ടർ അല്ല, നിങ്ങൾ കഴിഞ്ഞ 1.5 കൊല്ലം അല്ലെ ക്ലോസ് ടു 2 years ഇതിന്റെ ക്വാർട്ടർലി റിസൾട്ട്സ് കമ്പയർ ചെയ്യണം. ഇയർ ഓൺ ഇയറും കമ്പയർ ചെയ്യണം, സീക്വൻഷ്യലും കമ്പയർ ചെയ്യണം, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ എക്സ്പാൻഷൻ ഉള്ളത് കമ്പയർ ചെയ്യണം. എങ്കിൽ മാത്രമേ തറവായിട്ട് മനസ്സിലാകത്തുള്ളൂ. ജസ്റ്റ് 2 ക്വാർട്ടർ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. 2021 Q2 പ്രോഫിറ്റ് 818 ആയിരുന്നു. അതാണ് 2022 Q2 വന്നപ്പോൾ 621 ആയിട്ട് കുറഞ്ഞത്. 2021 Q3 പ്രോഫിറ്റ് 1097 ആയിരുന്നു. അതാണ് 2022 Q3 408 ആയിട്ട് കുറഞ്ഞത്. OPM മാർജിൻ 2021 Q2 41 ആയിരുന്നു, 41% ആണ്. 2022 31 ആയിട്ട് കുറഞ്ഞത്. 2021 Q3 OPM മാർജിൻ 44 ആയിരുന്നു. അതാണ് 2022 Q3 24 ആയിട്ട് കുറഞ്ഞത്. ബെസ്റ്റ് പെർഫോമൻസ് ആണല്ലേ. നോക്കൂ നിങ്ങൾ, റിസൾട്ട് വന്ന ഈ ഡേറ്റിലാണെങ്കിൽ അന്ന് എത്രയായിരുന്നു ശരിക്കും 3771 നിന്നാണ് ഈ 2 ക്വാർട്ടർ റിസൾട്ട് മോശമായത് കൊണ്ട് മാത്രം സ്റ്റോക്ക് ഏത് ലെവലിൽ പോയത് 2740 പോയത്. സോ സംതിങ് അറൗണ്ട് 1000 രൂപയാണ് 2 ക്വാർട്ടർ റിസൾട്ട് മോശമായത് കൊണ്ട് സ്റ്റോക്കിൽ കറക്ഷൻ വന്നത്. ഇതൊക്കെ ഇനിയും എത്ര നാളെടുക്കും കയറാമെന്നൊന്നും നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കത്തില്ല. ഇങ്ങനത്തെ പെർഫോമൻസുകൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. കാര്യം ഇത്രയും വെസ്റ്റ് പെർഫോമൻസ് ആണ് ബെസ്റ്റ് കമ്പനികൾ കാഴ്ചവെച്ചതെന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം ശരിക്കും. ഡിവിസ് ലാബാണ്. നമുക്ക് അടുത്ത കമ്പനിയിലേക്ക് നമുക്ക് പോകാം. ലെക്സ് ഇൻഡസ്ട്രീസ് ആണ് അടുത്ത കമ്പനി. ലെക്സ് ഇൻഡസ്ട്രി റിസൾട്ട് നമുക്ക് ഒന്ന് എടുത്തു നോക്കാം. ഏതും 2 ക്വാർട്ടറേ ഞാൻ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ 5-6 ക്വാർട്ടർ നിങ്ങൾ അനലൈസ് ചെയ്യണം. Q2 137 ക്രോസ് ആണ് 2022 Q2 66 കോടിയായിട്ട് കുറഞ്ഞത്. 2021 Q3 152 കോടിയായിരുന്നു, 35 കോടിയായിട്ട് കുറഞ്ഞത്. എന്താ ബെസ്റ്റ് പെർഫോമൻസ് അല്ലേ. സംതിങ് അറൗണ്ട് 300-400% ആണ് താഴെ പോകുന്നതിന്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. OPM മാർജിൻ 2021 Q2 22%, 2022 Q2 10% ആയി. 2021 Q3 22% ഫ്ലാറ്റ് ആയിരുന്നത് ഭയങ്കരമായിട്ട് താഴെ പോയി അല്ലെ. 2022 Q3 8% പോയി. പ്രത്യേകിച്ചൊന്നും സ്റ്റോക്കിനെ പറയേണ്ട കാര്യമില്ല. റിസൾട്ട് വന്ന Q2 റിസൾട്ട് വന്ന സമയത്ത് സ്റ്റോക്കിന്റെ ഹൈ എന്ന് പറയുന്നത് 1744-45 ആയിരുന്നു. അതാണ് കറക്റ്റ് ചെയ്ത് എത്ര പോയത് 1176 പോയത്. സംതിങ് 600 രൂപയാണ് പോയത് രണ്ട് ക്വാർട്ടർ കൊണ്ട്. ഇപ്പൊ പെട്ടുപോയ ആൾക്കാർ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്.
അടുത്ത സ്റ്റോക്കാണ് ലക്ഷ്മി ഓർഗാനിക്സ്. ശരിക്കും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 2021 31 കോടി, അതാണ് 29 കോടി കുറഞ്ഞത്. 2021 Q3 119 കോടി ഇംപ്രൂവ്മെന്റ് വന്നത് അതിവിടെ ഫെയിലുവർ ആയിപ്പോയി. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും ഫെയിലുവർ ആയിപ്പോയി. ശരിക്കും OPM മാർജിൻ 5-ൽ നിന്നും 4-ആയി, 14-ൽ നിന്നും 8-ആയി. സ്റ്റോക്ക് കറക്റ്റ് ചെയ്ത കറക്ഷൻ നോക്ക്. ശരിക്കും നോക്ക്, 308.60 നിന്നും സ്റ്റോക്ക് എവിടെ വരെ പോയി? 221 വരെ പോയി. സംസാരം 90 രൂപ, 30%. വീണ്ടും 2 ക്വാർട്ടർ റിസൾട്ട് വീക്ക് ആയതുകൊണ്ട് താഴെ പോയി സ്റ്റോക്ക്. അടുത്തത് IEX, ആൾക്കാരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റോക്കാണ് IEX. എന്താ സംഭവിച്ചത്? IEX ഒക്കെ നിങ്ങൾ കഴിഞ്ഞ 2 കൊല്ലം കമ്പയർ ആണ്, എങ്കിലും നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും എങ്ങനെ താഴെ പോയെന്നുള്ളതിന്റെ. എന്തുകൊണ്ട് താഴെ പോയെന്നുള്ളത് വേറൊരു സബ്ജക്റ്റ് ആണ്. എങ്ങനെ താഴെ പോകാനുള്ള പ്രധാന കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 2021 Q2 96, അതാണ് 79 ആയത്. Q3 98 നല്ല 83 ആയി. ആൻഡ് OPM മാർജിൻ നോക്ക്, 2021 Q2 88 എന്നുള്ളത് Q3 ഈ കഴിഞ്ഞ 2022 Q2 83 ആയി. 2021 Q3 86 എന്നുള്ളത് 83 ആയി. സ്റ്റോക്ക് കറക്റ്റ് ചെയ്ത കറക്ഷൻ നോക്കാം. ഈ ലെവലിൽ നിന്നാണ് പോയത് അല്ലെ സ്റ്റോക്ക്. ശരിക്കും പറഞ്ഞാല് 141.50 നിന്നും സ്റ്റോക്ക് എവിടം വരെ പോയി? 127 വരെ പോയി. അടുത്ത സ്റ്റോക്ക് CDSL. 2021 Q2 99, അത് 2022 Q2 91 ആയി. 103 എന്നുള്ളത് 85 ആയി. ആൻഡ് OPM മാർജിൻ നോക്ക്, 68 61 ആയി, 68 60 ആയി. ശരിക്കും 2 ക്വാർട്ടറിൽ വ്യത്യാസം നോക്ക്. ശരിക്കും പറഞ്ഞാൽ 1247 നിന്നും സ്റ്റോക്ക് ഏത് ലെവലിലെത്തി? സ്റ്റോക്ക് 880 എത്തി. 400 രൂപയ്ക്ക് സ്റ്റോക്ക് കുറഞ്ഞത്. സംതിങ് അറൌണ്ട് ക്ലോസ് ടു 35-40% ആണ് 2 ക്വാർട്ടർ കൊണ്ട് പോയത്, റിസൾട്ട് മോശമായതുകൊണ്ട്. BSE ആണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 2021 Q2 84 എന്നുള്ളത് 2022 Q2 ആയപ്പോൾ 50 ആയി. 78 എന്നുള്ള 74 Q3. ആൻഡ് OPM മാർജിൻ Q2 മാർജിൻ 38 എന്നുള്ള 28 ആയി. Q3 മാർജിൻ 37 എന്നുള്ള 31 ആയി. സ്റ്റോക്ക് പോയി പോക്ക് നോക്ക്, 2 ക്വാർട്ടറിൽ പോയി പോക്ക് നോക്ക്. എത്രയാ പോയത്? 613.90. 614 നിന്നും സ്റ്റോക്ക് കറക്റ്റ് ചെയ്ത എത്രയില്ല? 2 മാസം 2 ക്വാർട്ടർ ഉണ്ട്, 407 എന്താ കറക്ഷൻ അല്ലേ? സീ ദി നെക്സ്റ്റ് സ്റ്റോക്ക് HLE ഗ്ലാസ് കോട്ടം. നോക്കൂ, Q2 98.25, അതാണ് 90.87. മ്യൂട്ടഡ് പെർഫോമൻസ് ആണ്. ഒരു 60 ലക്ഷം രൂപ കൂടിയെന്നേ ഉള്ളൂ. Q3 22.43 എന്നുള്ള 18.34. ഇനി രസം തമാശ എന്താണെന്ന് വെച്ചാൽ ഈ Q2 60 ലക്ഷം കൂടിയ സമയത്ത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് താഴുകയാണ് ചെയ്തത്. OPM മാർജിൻ 17.5% 13.52 ആയിട്ട് കുറഞ്ഞു. ശരിക്കും അപ്പൊ 60 രൂപ കയറി ഇവിടെ അത് നെഗേറ്റ് ചെയ്തു. ശരിക്കും ഇനി OPM മാർജിൻ 2021 Q3 17.45 എന്നുള്ളത് 2022 12.19 ആയിട്ട് താഴുക ചെയ്തത്. അത് സ്റ്റോക്ക് കറക്റ്റ് ചെയ്ത ലെവൽ നോക്ക്. സ്റ്റോക്ക് ഈ ലെവലില് സംതിങ് അറൌണ്ട് 725 നിന്നും സ്റ്റോക്ക് ഇവിടം വരെ പോയി 465 പോയി. എന്താ പോയ പോക്ക് അല്ലേ? 250 റുപ്പീസോളം കറക്ഷൻ വന്നിരിക്കുന്ന സ്റ്റോക്കിൽ 2 ക്വാർട്ടർ റിസൾട്ട് മോശമായതുകൊണ്ട്. പോളിപ്ലക്സ് 2021 Q2 349 വേഴ്സസ് 242, 379 വേഴ്സസ് 104. ഹോപ്പ്ലെസ്. ആൻഡ് OPM മാർജിൻ നോക്ക് 2012 ആയി, 26 ആയി. സ്റ്റോക്ക് പോയി പോക്ക് നോക്കുക 2 ക്വാർട്ടറിൽ. ഭയങ്കരമായിട്ട് പെർഫോമൻസ് വെസ്റ്റ് ആകുമ്പോൾ സ്റ്റോക്ക് ഭയങ്കരമായിട്ട് താഴെ പോക്ക് നാച്ചുറൽ അല്ലേ അത്? ശരിക്കും നോക്ക് എത്രയാ കയറിയത്? 2348.80. 2350 നിന്നാണ് സ്റ്റോക്ക് ഏത് ലെവലിൽ പോയത്? 1101 പകുതിക്ക് താഴെ പോയി അല്ലെ? എന്താ കറക്ഷൻ അല്ലെ? ഹ്യൂജ് കറക്ഷൻ. 2250 1100 രൂപ. അപ്പൊ എത്രയാ വന്നേ? എന്താ കറക്ഷൻ? നിങ്ങൾ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്ക്. കോസ്റ്റ് ഓഫ് ഫസ്റ്റ് എന്താ കാണിക്കുന്നത്? 2021 Q2 148 വേഴ്സസ് 113, Q3 145 വേഴ്സസ് 65. നോക്ക്, OPM മാർജിൻ 19 to 15, 19 to 9. നാച്ചുറലി സ്റ്റോക്ക് താഴെ പോകണമല്ലോ. പോയി പോക്ക് നോക്ക്. 742 നിന്ന് എത്ര വരെ പോയി? 550 പോയി. 200 റുപ്പീസാണ് കറക്ഷൻ പോയിരിക്കുന്നത്. 200 രൂപയാണ് കറക്ഷൻ വന്നത്. ഫണ്ട് അനാലിസിസ് ക്രിട്ടിക്കലായിട്ട് പഠിക്കേണ്ട അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായും നിങ്ങൾ പഠിക്കണം. നിങ്ങളുടെ പ്രോഗ്രസിനെ വളരെ ബെറ്റർ ആയിട്ട് ഇംപ്രൂവ് ചെയ്യും. നിങ്ങളുടെ സ്റ്റോക്ക് ട്രേഡിംഗ് കൺസെപ്റ്റ്സിനെ മാറ്റിമറിക്കും. നിങ്ങളുടെ പ്രോഫിറ്റ്സിനെ മാറ്റിമറിക്കും. നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ട്രേഡിംഗ് കരിയർ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഫണ്ട അനാലിസിസ് അത്യാവശ്യമാണ്. ഓക്സിജൻ ആണ് ട്രേഡിങ്ങിന്റെ. നിങ്ങൾ പഠിച്ചേ മതിയാകൂ. ഫ്രണ്ട്സ്, നിങ്ങൾ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഫണ്ട ആണ് സ്റ്റോക്കിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിലെ ക്രിട്ടിക്കലായിട്ടുള്ള മൂവ്മെൻറ്റിനെ എന്താ പറയേണ്ടത് ഡിസൈഡ് ചെയ്യുന്ന ബിഗ് ഫാക്ടർ ശരിക്കും. ഫണ്ടയോടൊപ്പം തന്നെ ടെക്നിക്കൽ അനാലിസിസും ബിഹേവിയറൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഫണ്ട് അനാലിസിസ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ടെക്നിക്കൽ ബിഹേവിയറിലേക്ക് നീങ്ങാൻ സാധിക്കത്തുള്ളൂ. സൈനിങ് ഓഫ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടു.